ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ സൺഡേ കേറ്റീസം ആനുവൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2019 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സെക്ഷൻ ഉത്തരം പറയുക. ഒന്നാമത്തെ ചോദ്യം, ആരുടെ പാദങ്ങളാണ് ഈശോ കഴുകിയത്? ഉത്തരം ശിഷ്യന്മാരുടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേവാലയത്തിൽ നാം എങ്ങനെ പെരുമാറണം? ഉത്തരം ഭക്തിപൂർവം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പഴയ നിയമത്തിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? ഉത്തരം 46. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ്റെ പ്രതീകമെന്ത്? ഉത്തരം കഴുകൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ബൈബിളിൽ ആകെ എത്ര സുവിശേഷങ്ങളുണ്ട്? ഉത്തരം 4. ആറാമത്തെ ക്വസ്റ്റ്യൻ, ആരോടൊപ്പമാണ് ബാലനായ ഈശോ ദേവാലയത്തിൽ പോയിരുന്നത്? ഉത്തരം മാതാപിതാക്കളോടൊപ്പം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ ദിവസേന പ്രാർത്ഥിച്ചിരുന്നത് ആരോടാണ്? ഉത്തരം പിതാവായ ദൈവത്തോട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് നമ്മെ സൃഷ്ടിച്ചത്? ഉത്തരം ദൈവം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ദൈവം വസിക്കുന്ന ഭവനം ഏത്? ഉത്തരം സ്വർഗം, അതുപോലെ തന്നെ ദേവാലയം എന്നും പറയാം. ഈ 9 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം 9 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. പൂരിപ്പിക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഡാഷിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു? ഉത്തരം പ്രാവിൻ്റെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ നിയമത്തിൽ ആകെ ഡാഷ് ലേഖനങ്ങളുണ്ട്? ഉത്തരം 21. 12ാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹിതനു വേണ്ടി ഡാഷ് ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല? ഉത്തരം ജീവൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം? ഉത്തരം ശിശുക്കളെ. ഈ 4 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 8 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെക്ഷൻ നോക്കാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം പറയുക. 14ാമത്തെ ക്വസ്റ്റ്യൻ, പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രാക്കറ്റ് അൽഫോൻസമ്മ, എവുപ്രേസ്യമ്മ, വിശുദ്ധ മദർ തെരേസ. ഉത്തരം വിശുദ്ധ മദർ തെരേസ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏത്? ബ്രാക്കറ്റ് സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയം, വിശ്വാസ പ്രമാണം. ഉത്തരം സ്വർഗസ്ഥനായ പിതാവേ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ വളർന്ന സ്ഥലം? ബ്രാക്കറ്റ് നസ്രത്ത്, ബെത്ലഹേം, ജെറുസലേം. ഉത്തരം നസ്രത്ത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദൈവപുത്രനായ ഈശോയുടെ അമ്മ? ബ്രാക്കറ്റ് മറിയം, എലിസബത്ത്, സാറ. ഉത്തരം മറിയം. ഈ 4 ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 8 മാർക്കാണ് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷൻ നോക്കാം. 3ഓ 4ഓ വാചകത്തിൽ ഉത്തരം പറയുക. 18ാമത്തെ ക്വസ്റ്റ്യൻ, ത്രിത്വസ്തുതി ചൊല്ലുക. ഉത്തരം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോയുടെ പടയാളി ധരിച്ചിരിക്കുന്ന ആയുധങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിൻ്റെ പേര് പറയുക. ഉത്തരം ദൈവവചനം, രക്ഷ, നീതി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ തൻ്റെ അടുത്തു ചെന്ന കുഞ്ഞുങ്ങളെ എന്തു ചെയ്തു? ഉത്തരം ഈശോയുടെ അടുത്തു ചെന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് അവിടുന്ന് അവരെ അനുഗ്രഹിച്ചു. 21ാമത്തെ ക്വസ്റ്റ്യൻ, മാലാഖ മറിയത്തോട് പറഞ്ഞത് എന്ത്? ഉത്തരം മാലാഖ മറിയത്തോടു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് ഈശോ എന്ന് പേരിടണം. 22ാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് പിതാവായ ദൈവം എത്രയോ നല്ലവനാണെന്ന് പറയുന്നത്? ഉത്തരം പിതാവായ ദൈവം എത്രയോ നല്ലവൻ. ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അവിടുന്ന് നമുക്ക് ഈശോയെ നൽകി, ഈശോ നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പിതാവായ ദൈവം എത്രയോ നല്ലവനാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.